Hi, I am Roger Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 AFMC Armed Force Medical College MBBS പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസ് പൂനെയിലുള്ള ഈ AFMCയുടെ ക്യാമ്പസിലേക്ക് MBBSന് ഒരു അഡ്മിഷൻ ലഭിക്കാൻ +2 ഓരോ സബ്ജക്റ്റിനും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓരോ സബ്ജക്റ്റിനും 50% മാർക്കും ഈ മൂന്ന് സബ്ജക്റ്റും കൂടെ അഗ്രിഗേറ്റ് 60% മാർക്കും ഇതിനോടൊപ്പം ഇംഗ്ലീഷ് സബ്ജക്റ്റിന് 50% മാർക്കുമുള്ള കാൻഡിഡേറ്റ്സിന് AFMCയിലേക്ക് എന്നെ കൺസിഡർ ചെയ്യണമെന്ന് നീറ്റിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് ടിക്ക് മാർക്കും കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് AFMCയിലേക്ക് MBBSന് അഡ്മിഷൻ ജോയിൻ ചെയ്യാം. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു കാൻഡിഡേറ്റിന് വേണ്ട എലിജിബിലിറ്റിയാണ് ഡിസംബർ 31, 2024 ആകുമ്പോൾ ആ കാൻഡിഡേറ്റിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 17 to 24 ആയിരിക്കണം. ഈ ഏജ് ലിമിറ്റും ഉള്ള വിദ്യാർത്ഥികൾക്ക് AFMCയുടെ ക്യാമ്പസിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് എൻ്റർ ആവാം. ഇനി എങ്ങനെയാണ് നമുക്കിതിലേക്ക് മൂവ് ചെയ്യേണ്ടത്? നീറ്റിൻ്റെ അലോട്ട്മെൻറ്റ് ഈ ഓഗസ്റ്റ് 14 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഓഗസ്റ്റ് 14 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് AFMC താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ ഈ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആർമി നേവി എയർഫോഴ്സ് ഈ 3 സെക്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഡെസിഗ്നേഷനുള്ള അവിടെ തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഡെസിഗ്നേഷനാണ് AFMCയിലെ MBBSയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് AFMCയിൽ ഒരു MBBSന് അഡ്മിഷൻ കിട്ടിയാലുള്ള മെറിറ്റ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ മുതൽ ഫീസുകളൊന്നും കൊടുക്കണ്ട എന്നതിനോടൊപ്പം പഠിക്കാനുള്ള സകല ചെലവുകളും അത് നമ്മുടെ വീട്ടിൽ നിന്നും പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യമായി പഠിക്കുകയും നമുക്ക് ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് മോസ്റ്റ് ഡെസിഗ്നേഷനിലേക്ക് ആർമി നേവി എയർഫോഴ്സിൻ്റെ എല്ലാ സെക്ടറിലെയുള്ള പരിശീലനങ്ങളിൽ പൂർത്തിയാക്കിക്കൊണ്ട് ഒരു മെഡിക്കൽ സെക്ടറിലെ ഡോക്ടറായി അതിനുശേഷം PGയും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകാനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്ന ക്യാമ്പസാണ് AFMCയുടെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൻ്റെ MBBSൻ്റെ പഠനം എന്ന് പറയുന്നത്. ഈ ക്യാമ്പസിൽ ടോട്ടൽ 145 സീറ്റുകളാണുള്ളത്. അതിൽ തന്നെ 30 സീറ്റ് ഗേൾസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ടോട്ടൽ സീറ്റ് തന്നെ 10 സീറ്റുകൾ ST കാൻഡിഡേറ്റ്സിന് റിസർവേഷനുമുണ്ട്. ഇനി ഇതിൽ ഒരാളായി നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ നമുക്കറിയാം ഓഗസ്റ്റ് 14 ഓൾ ഇന്ത്യയുടെ കൗൺസിലിങ്ങിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിയുമ്പോൾ AFMCയിലേക്ക് എന്നെ കൺസിഡർ ചെയ്യണമെന്നും നാം ഓപ്ഷൻ പ്രയോറിറ്റിയോട് തന്നെ കൊടുക്കുക. കാരണം 23 ഓഗസ്റ്റ് 23 ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് AFMC ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം ചെക്ക് ചെയ്യുക. നമുക്ക് ഈ AFMCയിലേക്ക് ടോട്ടൽ 145 സീറ്റാണ് ഉള്ളതെങ്കിലും 1490 സ്റ്റുഡൻസിനെ ബോയ്സിൽ നിന്നും AFMC സെലക്ട് ചെയ്യും. ഇതിനോടൊപ്പം 390 ഗേൾസിനെയും സെലക്ട് ചെയ്യും. ഇവർക്കൊരു സെപ്പറേറ്റ് 5 ദിവസത്തെ ഒരു ട്രെയിനിങ് ഉണ്ട്. അവിടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് TOELR ഒരു എക്സാമിനേഷനാണ്. ഈ എക്സാമിനേഷൻ 80 മാർക്കിലാണ്. 40 ക്വസ്റ്റ്യൻസിൻ്റെ 2 മാർക്ക് വീതമുള്ള 80 മാർക്കിൻ്റെ ഒരു എക്സാമിനേഷൻ. അതിനകത്ത് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ജനറൽ മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം ചേർത്തിട്ടുള്ള 80 മാർക്കിൻ്റെ TOELR എക്സാമിനേഷൻ. ഇതിനോടൊപ്പം ഒരു ഇൻ്റർവ്യൂവും ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവും നാം പങ്കെടുക്കണം. അതിനോടൊപ്പം ഈ TOELR എക്സാമിനേഷൻ എഴുതണം. ഈ 2 സെക്ഷനും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ടോട്ടൽ സ്റ്റുഡൻസിൽ നിന്നായിരിക്കും 145 സ്റ്റുഡൻസിനെ AFMC സെലക്ട് ചെയ്യുക. അങ്ങനെ AFMCയിലേക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇനി കോഴ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകതയും കൂടെ നാം മനസ്സിലാക്കണം. ഈ AFMCയിലേക്ക് 145 സ്റ്റുഡൻസിൽ ഒരാളായി നമുക്കൊരു സെലക്ഷൻ ലഭിച്ചാൽ ട്രെയിനിങ്ങുകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് TOELR എക്സാമിനേഷൻ വിൻ ചെയ്തുകൊണ്ട് AFMCയിലേക്ക് ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ പിന്നെ ക്വിറ്റ് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ 67 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാതെ നമുക്ക് അവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ എല്ലാം സൗജന്യമാണ്. ഹൈ പ്രൊഫൈലിലേക്ക് നമുക്ക് എൻട്രി ലഭിക്കും. നമ്മുടെ ജോബും നമ്മുടെ ലൈഫും ഒക്കെ അത്രയും നല്ലൊരു പ്രൊഫൈലിൽ നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷേ പഠിക്കാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ AFMC എനിക്ക് താല്പര്യമുണ്ട്, എൻ്റെ പാഷനാണ് എന്നുറപ്പുള്ള വിദ്യാർത്ഥികൾ മാത്രമേ AFMC കൺസിഡർ ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ക്വിറ്റ് ചെയ്യാം. അതിന് കോമ്പൻസേഷൻ ഫീസ് നാം വലിയ ഉയർന്ന 67 ലക്ഷം രൂപ
കോമ്പൻസേഷൻ ഫീസ് അടച്ചാൽ മാത്രമേ നമുക്ക് ഈ കോഴ്സിൽ നിന്ന് പിന്നെ ക്വിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച MBBSന്റെ ക്യാമ്പസായ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൻ്റെ പൂനെയിലെ ക്യാമ്പസിലേക്ക് AFMCയിലേക്ക് നിങ്ങൾക്കൊരു സീറ്റ് ഉറപ്പാക്കാൻ മെഡിക്കൽ കൗൺസിലിംഗിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഒരു സീറ്റ് ഉറപ്പാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എൻട്രൻസ് മേഖലയിലെ പുതിയ ഒരു കോഴ്സും കൗൺസിലിംഗും മെത്തേഡുകളുമായി വീണ്ടും നമുക്ക് കാണാം. ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയ എൻട്രൻസിൻ്റെ ന്യൂസും അപ്ഡേറ്റ്സും ഒക്കെ കൃത്യമായി കാൻഡിഡേറ്റ്സിന് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി AFMC മാത്രമല്ല, ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ നമുക്ക് പങ്കെടുക്കേണ്ട വിവിധ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകൾ വേറെയുമുണ്ട്. എയിംസിൻ്റെ ക്യാമ്പസ് ഉണ്ട്, ജിപ്മറിൻ്റെ ക്യാമ്പസ് ഉണ്ട്, ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് സെക്ടറിലെ MBBSൻ്റെയും BDSൻ്റെയും സീറ്റുകളുണ്ട്. ഇതിലേക്കൊക്കെ ഒരു അഡ്മിഷൻ നേടാനും നമ്മൾ ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ തന്നെയാണ് പങ്കെടുക്കേണ്ടത്. ഇതിൽ പങ്കെടുക്കുമ്പോൾ AFMC താല്പര്യമുള്ളവർ ഇതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ഏത് ക്യാമ്പസിനാണ്, എയിംസിനാണോ, AFMCക്കാണോ, ജിപ്മറിനാണോ, ടോട്ടൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണോ, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ക്യാമ്പസുകളാണോ, ഇതിലേതിനാണോ നമ്മുടെ പ്രയോറിറ്റി അതനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുകയും ആ ഓപ്ഷനിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മികച്ച ഒരു ക്യാമ്പസ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നാം പഠിച്ച് പരീക്ഷ എഴുതി ഏറ്റവും നല്ലൊരു ക്യാമ്പസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ കൗൺസിലിംഗ് പ്രോസസ്സിംഗ് നാം കൃത്യമായിട്ട് പങ്കെടുക്കണം. ഇത് പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത്, കൗൺസിലിംഗ് ടൈമിൽ, അലോട്ട്മെൻറ്റിൽ, കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഇതിനോടൊപ്പം ഈ വർഷത്തെ കൗൺസിലിംഗിൽ കൃത്യമായി പങ്കെടുത്തിട്ടും ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ്, തേർഡ്, സ്ട്രേ വേക്കൻസി വരെ ഒരു നല്ല ക്യാമ്പസ് ലഭിക്കാൻ പറ്റാതെ പോകുന്ന വിദ്യാർത്ഥികളോടും പേരൻസിനോടും ഒരു കാര്യം പറയാനുള്ളത്, ഇതൊന്നും നമ്മുടെ ഒരു കുറവല്ല. കാര്യം നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് കൃത്യമായി പരീക്ഷ എഴുതാൻ സാധിക്കാഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ട്, നല്ലൊരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഒരല്പം പുറകിലേക്ക് പോയ വിദ്യാർത്ഥികളുണ്ടാവും. അവരെ ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. 25 ഇയേഴ്സ് ആയിട്ട് ഈ വർഷവും 720ൽ 710 മാർക്കോടുകൂടി ഏറ്റവും മികച്ച റാങ്കാണ് ആൽഫ അക്കാഡമി നേടിയിരിക്കുന്നത്. ഒരു പേഴ്സണൽ അറ്റൻഷനാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി പഠിക്കാനും നിങ്ങളെ ആൽഫയുടെ ക്യാമ്പസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഏതുമാവട്ടെ, കൗൺസിലിംഗ് പ്രൊസീജിയർ ആവട്ടെ, പഠനമാവട്ടെ, വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ, നിങ്ങളുടെ സംശയങ്ങൾക്ക് കൂടെ ചേർന്ന് നിൽക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.